الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ നിരന്തരം ചെയ്യാൻ ആവശ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് പ്രവർത്തികളാകാം, വാക്കുകളാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം പ്രാവർത്തികമാക്കാൻ പറയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അന്തസ്സാര വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിനാലാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഖുതുബയിൽ നാം ബാങ്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ബാങ്കിന്റെ അൽഫാളുകൾ വളരെ ലഘുവായ ചെറിയ പദങ്ങളാണ്, പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന അർത്ഥതലങ്ങൾ വളരെ വിപുലവുമാണ്. അതേപോലെ തന്നെ നിരന്തരം പറയാൻ അള്ളാഹു നിയമമാക്കിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. സൂറത്തുൽ ഫാത്തിഹ അങ്ങനെയാണ്. അതേപോലെ ഖുർആനിലെ പല സൂറത്തുകളുമുണ്ട്, ആയാത്തുകളുണ്ട്. അതേപോലെ മറ്റൊന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന്റെ തുടക്കത്തിൽ ചില വാക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബത്തുൽ ഹാജ ഫി നിക്കാഹി വഗൈരി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ ഖുത്ബത്തുൽ ഹാജ പഠിപ്പിച്ചിട്ടുണ്ട്, നിക്കാഹിന്റെ വേളയിലും അതല്ലാത്ത സമയത്തും. സാധാരണ രീതിയിൽ ഖതീബ് ഖുത്ബ തുടങ്ങുന്നതിന് മുന്നേ, അതേപോലെ തന്നെ നിക്കാഹുകളുടെ വേളകളിൽ, പ്രധാനപ്പെട്ട ഉടമ്പടികളുടെ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്ന ചില വാക്കുകളാണ് അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു എന്ന് തുടങ്ങുന്നതായ വാക്കുകൾ. ഈ വാക്യങ്ങൾക്ക് ഖുതുബത്തുൽ ഹാജ എന്നാണ് പറയുന്നത്. തശഹ്ഹുദ് എന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നിക്കാഹിന്റെ വേളകളിലും അതല്ലാത്ത സന്ദർഭങ്ങളിലും ഖുതുബത്തുൽ ഹാജ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വാക്കുകൾക്ക് വലിയ പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഖുതുബകളിലും ഇത് പറയും. നാം എല്ലാം നിരന്തരം പറയുന്ന കേൾക്കുന്ന വാക്യങ്ങളാണിത്. എന്താണ് ഇതിന്റെ പ്രത്യേകത?
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖദിമ ദിമാദുനിൽ അസ്ദി മക്കത. ദിമാദുനിൽ അസ്ദി മക്കയിലേക്ക് വന്നു. മക്കയിൽ വന്നപ്പോൾ സ്വാഭാവികമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ തുടക്കകാലങ്ങളിൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാലഘട്ടമാണ്. വിദേശ നാടുകളിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ ഖുറൈശികൾ ഉടനെ തന്നെ എന്ത് ചെയ്യും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകും. ഞങ്ങളിൽ ഇതാ ഒരു വ്യക്തി പുറപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ചില മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നുണ്ട്, അത് നിങ്ങൾ കേൾക്കരുത്, കേട്ടാൽ ഞങ്ങൾക്ക് ഭവിച്ചിരിക്കുന്ന നാശം നിങ്ങൾക്കും ഭവിക്കും, അദ്ദേഹത്തിന് ചെവി കൊടുക്കരുത് എന്നെല്ലാം ഖുറൈശികൾ എന്ത് ചെയ്യും? പറയലുണ്ട്. ദിമാദുനിൽ അസ്ദി വന്നപ്പോഴും അദ്ദേഹത്തിന് ഓതിക്കൊടുത്തു ഇതുപോലുള്ളതായ വസ്വാസുകൾ. അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഅദല്ലാഹ് അവർ പറഞ്ഞു, അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിന് നിങ്ങൾ ചെവി കൊടുക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ദിമാദുനിൽ അസ്ദി മക്കയിൽ ഇരിക്കുമ്പോൾ ഫറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. വഗിൽമാനുൻ യത്ബഊന, ചില കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെയുണ്ട്. ഇത് കണ്ടപ്പോ ദിമാദുൽ അസ്ദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു, യാ മുഹമ്മദ് ഇന്നി ഉആലിജു മിനൽ ജുനൂൻ, ഞാൻ ഭ്രാന്തിന് ചികിത്സ നൽകുന്നയാളാണ്, എനിക്കതിന് ചില വൈദ്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ താങ്കൾ വേണമെങ്കിൽ ചികിത്സിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ട മാത്രയിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നൽ ഹംദലില്ലാഹ് നസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ദിമാദുനിൽ അസ്ദി പറഞ്ഞു, റുദ്ദ അലയ്യ ഹാദിഹിൽ കലിമാത്ത്, ആ കലിമാത്തുകൾ ഒന്നുകൂടി എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു കേൾപ്പിച്ചു ഈ വാക്യങ്ങൾ. ഇത് കേട്ട മാത്രയിൽ അദ്ദേഹം പറഞ്ഞു, ലഖദ് സമിഅതു ശിഅർ, ഞാൻ സംഗീതം കേട്ടിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായ പാട്ടുകൾ കേട്ടിരിക്കുന്ന ആളാണ് ഞാൻ. വൽ ഇയാഫ, പക്ഷികളുടെ വ്യത്യസ്തങ്ങളായ നാദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, സുന്ദരങ്ങളായ പല ശബ്ദങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. വൽ കഹാന, മന്ത്രവാദികൾ ഉച്ചരിക്കുന്ന അവരുടെ മന്ത്രങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഫമാ സമിഅതു മിസ്ല ഹാദിഹിൽ കലിമാത്ത്, പക്ഷേ താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലുള്ളതായ ഈ വാക്യങ്ങൾ ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. ലഖദ് ബലഗ്ന ഖാമൂസൽ ബഹർ, സമുദ്രങ്ങളുടെ അത്രത്തോളം വലിപ്പമുള്ള ആശയസമ്പുഷ്ടമായ കാര്യങ്ങളാണല്ലോ താങ്കൾ പറഞ്ഞിരിക്കുന്നത്. വ ഇന്നി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഞാനും സാക്ഷ്യം വഹിക്കുകയാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫഅസ്ലം, അദ്ദേഹം മുസ്ലിമായി എന്നാണ്. അപ്പോൾ ആ വാക്യത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൽഹംദുലില്ലാഹ് നഹ്മദുഹു, ചില റിവായത്തിൽ അങ്ങനെയാണ്, ചിലയിടത്ത് നഹ്മദുഹു വനസ്തഈനുഹു എന്നാണ് തുടങ്ങുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഒന്നാമതായി ചെയ്യുന്നത്. ഇത് ഓരോ വിശ്വാസികളും ചെയ്യേണ്ട കാര്യമാണ്. പലപ്പോഴും നിരന്തരമായി ചെയ്യുന്ന കാര്യങ്ങൾ, നിരന്തരമായി പ്രവർത്തിക്കുന്ന പറയുന്ന കാര്യങ്ങൾ, ആളുകൾ അതിൻ്റെ ഗൗരവം പലപ്പോഴും വിലക്കെടുക്കലില്ല. നിരന്തരം കാണുന്നത് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് പറയുന്നത് എന്നുള്ള ബോധം പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കലില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ വിശ്വാസികൾ പഠിക്കേണ്ടതുണ്ട്. എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒന്നാമതായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഒരാളെ പ്രശംസകൾ പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നതിനാണ് ഹംദ് പറയുക. എന്നാൽ അത് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമായിരിക്കണം, എന്നാലേ ഹംദ് എന്ന് പറയുള്ളൂ. ഒരാളെ പ്രശംസിക്കുന്നു, പക്ഷേ സ്നേഹവും ബഹുമാനമൊന്നും ഇല്ലാതെയാണെങ്കിൽ അതിന് മദ്ഹ് എന്ന് പറയും അറബിയിൽ. എന്നാൽ സ്നേഹത്തോടെയും ബഹുമാനത്തെയും ഒന്നിനെ പ്രശംസിക്കുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ഇങ്ങനെ പ്രശംസിക്കുന്നത്? രണ്ട് കാരണങ്ങളാണ് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നത്.
ഖുർആനിൽ ഹംദ് പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്, സുന്നത്തുകളിൽ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം എന്തിനാണ് അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്നത് എന്നതിൽ നിന്ന് ഉലമാക്കൾ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം രണ്ടാണ്. ഒന്ന്, അള്ളാഹു എണ്ണമറ്റ അനുഗ്രഹങ്ങൾ സൃഷ്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നു. അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത രീതിയിൽ ധാരാളമുണ്ട്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഏതേത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ അത് അള്ളാഹുവിങ്കിൽ നിന്നാണ്. അള്ളാഹു ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സറിഞ്ഞ് പ്രകീർത്തിക്കലാണ്. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, അള്ളാഹുവിന്റെ ഔന്നത്യത്തെക്കുറിച്ച് പറയുന്നിടത്താണ്. അള്ളാഹു ഏറ്റവും ഉന്നതനാണ് എന്നുള്ളതിനാലാണ്. അള്ളാഹു 7 ആകാശങ്ങൾക്കപ്പുറത്താണ്. അള്ളാഹു 7 ആകാശങ്ങൾക്കപ്പുറത്ത് അവന്റെ കുർസിയുണ്ട്. അവന്റെ കുർസി ആകാശ ഭൂമികളെക്കാൾ വിശാലമാണ്. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്. ആ കുർസിയിനും അപ്പുറത്ത് അള്ളാഹുവിന്റെ അർശുണ്ട്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അർശിന് മേൽ അള്ളാഹു ഇസ്തിവാ ചെയ്തിരിക്കുന്നു, അതിന് മേലെയായിരിക്കുന്നു. കുർസിയിനേക്കാൾ വലുപ്പമുള്ളതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുപ്പമേറിയ സൃഷ്ടി അള്ളാഹുവിന്റെ അർശാണ്. അപ്പോ അള്ളാഹു അത്രയ്ക്കും ഉന്നത, അവന്റെ അസ്തിത്വം ഔന്നത്യത്തിലാണ്. അവന്റെ വിശേഷണങ്ങൾ, അവന്റെ സിഫാത്തുകൾ, അവന്റെ അഫ്ആലുകൾ, അവന്റെ പ്രവർത്തികൾ, അവന്റെ ഗുണഗണങ്ങളെല്ലാം തന്നെ ഔന്നത്യമേറിയതാണ് എന്നുള്ള കാരണത്താൽ പ്രശംസിക്കപ്പെടാൻ ഏതെല്ലാം കാര്യമുണ്ടോ ആ കാരണങ്ങളെല്ലാം ഒത്തിണങ്ങിയവനാണ് എന്നുള്ള കാരണത്താൽ അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. ഇതാണ് ഹംദ് എന്ന് പറയുക. ഹംദ് പ്രശംസ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതിന് സനാ എന്നാണ് പറയുക. 2-ലധികം പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാൽ അതിന് മജിദ് എന്നും പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരു വിശ്വാസി ഫാത്തിഹ പറയുമ്പോൾ അള്ളാഹു പറയുമത്രേ, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നു. അർ റഹ്മാനിർ റഹീം എന്ന അടിമ പറയുമ്പോൾ അള്ളാഹു പറയും, അസ്ന അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ സനാ ചെയ്തു. മാലിക് യൗമിദ്ദീൻ എന്ന അടിമ പറയുമ്പോൾ അള്ളാഹു ഉടനെ പറയും, മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തി, മജ്ദ് ചെയ്തു. അപ്പോ ഹംദ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നഹ്മദുഹു വനസ്തഈനു, ഞങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. ഏത് കാര്യത്തിലും ഒരു വിശ്വാസി നേരിടുന്ന, ഇപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിക്കാഹിന്റെ വേളകളിലും അതല്ലാത്ത കാര്യങ്ങളിലും ഉലമാക്കൾ അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നത് കാണാം, പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം അതിനെ ആരംഭിക്കുമ്പോൾ ഈ വാക്യങ്ങൾ കൊണ്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അള്ളാഹുവിനോട് സഹായം ചോദിക്കലുണ്ട്. അതില് ഏത് കാര്യം ചെയ്യുമ്പോഴും, വൈവാഹിക ജീവിതത്തിൽ കയറുകയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉടമ്പടികളിൽ ഏർപ്പെടുകയാണ്, കച്ചവടങ്ങളിൽ ഏർപ്പെടുകയാണ്, ഏതെങ്കിലും പ്രധാനപ്പെട്ട സംസാരത്തിന് ഒരുങ്ങുകയാണ്, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരായ ആളുകളാണ്. അവനാണ് ധന്യനായിട്ടുള്ളവൻ, അവനാണ് സ്തുത്യർഹനായിട്ടുള്ളവൻ. അപ്പൊ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയിലും ഇത് പറയുന്നുണ്ട്, ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, ഇബാദത്ത് അള്ളാഹു നിനക്ക് മാത്രമേ ഞങ്ങൾ ചെയ്യൂ, അത് നിർവഹിക്കാൻ നിന്റെ സഹായം ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ സഹായം വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുമാണത്. അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവാണ് നമ്മെ സഹായിക്കാൻ ഏറ്റവും അർഹൻ, അവനെ അതിന് സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ റഹ്മതക അർജു, അള്ളാഹുവേ നിന്റെ കാരുണ്യത്തെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, എന്റെ കാര്യം കണ്ണിമ ചിമ്മി തുറക്കുന്ന നേരത്തേക്ക് പോലും എന്നെ ഏൽപ്പിക്കരുതേ. എന്റെ കണ്ണ് പൂട്ടി തുറക്കാൻ എത്ര സമയം വേണം? ആ സമയത്തേക്ക് പോലും എന്റെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷി എനിക്കില്ല. ആ സമയത്തേക്ക് പോലും അള്ളാഹു എന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ എന്നെ നീ ഏൽപ്പിക്കരുതേ അല്ലാഹ്. വഅസ്ലിഹ് ലീ ശഅനി കുല്ല, എന്റെ എല്ലാ കാര്യങ്ങളും നീ എന്ത് ചെയ്യണം? സഹായിച്ചു തരണം, നീ നടപ്പിലാക്കി തരണം. ലാ ഇലാഹ ഇല്ലാ അൻത, ഇബാദത്തിന് അർഹൻ നീ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയാണ്. അപ്പോ ഏത് കാര്യത്തിലും ഇത് നാം പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, നാവ് കൊണ്ട് ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ ഹൃദയം കൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ചോദിച്ചു കൊണ്ടിരിക്കണം. വനസ്തഗ്ഫിറു, അതാണ് അടുത്ത പദം. അള്ളാഹുവേ
നിന്നോട് ഞങ്ങൾ പൊറുക്കലിന് ചോദിക്കുകയാണ്. ഞങ്ങൾ പാപികളാണ്, പാപം ചെയ്യുന്ന ആളുകളാണ്. മനുഷ്യ പ്രകൃതം തന്നെയാണ് പാപം ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്കതിൽ ഖേദമുണ്ട്. ഞങ്ങൾ അറിയാതെയോ അറിഞ്ഞോ പെട്ടുപോയിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ ഇസ്തിഗ്ഫാർ ചോദിക്കുകയാണ്, പാപമോചനം ചോദിക്കുകയാണ്. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. പഠിപ്പിച്ച എങ്ങനെയാണ്? മനുഷ്യരെല്ലാം പാപം ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അവരിൽ ഏറ്റവും ഹൈറായ ആളുകൾ ആരാണ്? അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. വഴി തെറ്റിപ്പോയാൽ നേരെ റൂട്ടിലേക്ക് പ്രവേശിക്കുന്നവരാണവർ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചോദിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വിശ്വാസി അവന്റെ ഏറ്റവും വലിയൊരു ആയുധമായിട്ട് കൊണ്ടു നടക്കേണ്ടതാണ് ഇസ്തിഗ്ഫാർ. പ്രത്യേകിച്ചും നമ്മുടെ മക്കൾ, യുവാക്കൾ, യുവതികൾ, ഇവരെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു സമൂഹത്തിന്റെ ഒന്നടങ്കം ക്ഷേമത്തിന് നിദാനമാകുന്ന കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്ന് ധാരാളം സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുക പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അലസമായ ജീവിതത്തിന് സമാധാനമേകാൻ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ, സാമ്പത്തിക രംഗങ്ങളിലുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരമാകാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൽ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഖുർആൻ പല സ്ഥലങ്ങളിൽ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ട് പ്രധാനപ്പെട്ട നന്മകൾ ഇതിലുണ്ട്. ഒന്ന്, അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത് മുഖേന നാം ചെയ്തിരിക്കുന്ന പാപങ്ങൾ അള്ളാഹു സത്ർ ചെയ്യും, മറച്ചു വയ്ക്കുമെന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, അതിന്റെ പ്രത്യാഘാതത്തിൽ നിന്ന് അള്ളാഹു നമ്മെ തടുക്കും, രക്ഷപ്പെടുത്തും എന്നുള്ളതാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. മനുഷ്യൻ അപകടത്തിൽ പോയി വീഴാതിരിക്കാനും വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷ നേടാനുമുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് ദുആയാണത്. വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ. ഞങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്, കാവൽ ചോദിക്കുകയാണ് ഞങ്ങളുടെ നഫ്സുകളുടെ ഷർറുകളിൽ നിന്ന്. ഞങ്ങളുടെ നഫ്സ്, അത് മുഖേന ഞങ്ങൾക്ക് ധാരാളം നാശങ്ങൾ ഉണ്ടാകാം, അപകടങ്ങൾ ഉണ്ടാകാം, ഷർറുണ്ടാകാം. അതിന്റെ ഷർറിൽ നിന്ന് അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കണമേ. ഇന്ന നഫ്സല അമ്മാറത്തും ബിസൂ. ഖുർആൻ പഠിപ്പിച്ചതാണ്. നഫ്സ് മനുഷ്യനെ തിന്മകളിലേക്ക് കൽപ്പന നൽകിക്കൊണ്ടേയിരിക്കും. കൽപ്പിക്കലല്ല, കൽപ്പന നൽകിക്കൊണ്ടേയിരിക്കലാണ്. നിരന്തരം പാപങ്ങൾ ചെയ്യാൻ മനുഷ്യ മനസ്സ് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. കളവുകളിലേക്ക്, വഞ്ചനകളിലേക്ക്, ലഹരികളിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, ഇങ്ങനെ പല പല തിന്മകളിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. ഇല്ലാ മാ റഹിമ റബ്ബി. എന്റെ റബ്ബ് ആർക്കാണോ കാരുണ്യമേകിയത്, കാരുണ്യമേകിയിരിക്കുന്നവർക്കൊഴികെ. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. അപ്പോ മനസ്സ് മനുഷ്യനെ ശൈത്താൻ എങ്ങനെയാണോ ഷർറിലേക്ക് കൊണ്ടുപോകുന്നത്, അതുപോലെ മനുഷ്യന്റെ നഫ്സ് മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നത്. അതിനൊരു ഷർറുണ്ട്. അപ്പോ അതിൽ പോയി ചാടാതിരിക്കാൻ, വീഴാതിരിക്കാൻ നഫ്സിന്റെ ഷർറിൽ നിന്ന് ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ, മുൻകരുതൽ എന്നുള്ള നിലയിൽ ആദ്യമേ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹു രക്ഷപ്പെടുത്തണേ, നഫ്സുകളുടെ വലയിൽ, അതിന്റെ കെണിയിൽ നീ ഞങ്ങളെ അകപ്പെടുത്തി കളയരുതേ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. എന്നാലും നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകടങ്ങൾ ഉണ്ടാകാം, തിന്മകളിൽ അകപ്പെട്ടു പോകാം. അതുകൊണ്ട് വമിൻ സയ്യിആതി അഅമാലിനാ, ഞങ്ങളുടെ അമലുകളുടെ സയ്യിആത്തുകളിൽ നിന്ന് അള്ളാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അതാണ് രണ്ടാമത്തെ കാര്യം. എന്നാലും അപകടത്തിൽ പെട്ടുപോയേക്കാം, തിന്മകളിൽ മനുഷ്യൻ പെട്ടുപോയേക്കാം. അതിന്റെ സാധ്യതകളേറെയാണ്, പ്രത്യേകിച്ചും ഈ കാലത്ത്. അങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതവും തീർച്ചയാണ്. മനുഷ്യനൊരു തിന്മ ചെയ്താൽ അതിന്റെ അപകടമുണ്ടാകും. അതിൽ നിന്ന് മുക്തി നേടാതെയാണ് മരണപ്പെടുന്നത് എങ്കിൽ ഖബറിലും അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും, പ്രയാസങ്ങൾ ഉണ്ടാകും. തിന്മ ചെയ്തോ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും. തിന്മക്ക് പ്രത്യാഘാതം ഉണ്ടായിക്കൊണ്ടിരിക്കും, പല വിധേനയുണ്ടാകും. ഉലമാക്കൾ പറയുന്നത് കാണാം, ഞാൻ ഒരു തിന്മ ചെയ്തു, അതിന്റെ പേരിൽ അതിന്റെ പ്രത്യാഘാതം എന്റെ വാഹനത്തിൽ എനിക്ക് കാണാനിടയായി, എന്റെ ഭാര്യമാരിൽ എനിക്കത് കാണാനിടയായി എന്ന സലഫുകളിൽ നിന്ന് ഉലമാക്കൾ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. തിന്മ ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും. അതിൽ നിന്ന് തൗബ ചെയ്ത് ഖേദിക്കുക എന്നുള്ള അനിവാര്യമാണ്.
അപ്പോ ഇവിടെ ഈ പ്രാർത്ഥന തിന്മകളിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതത്തിൽ നിന്ന്, അത് മുഖേന ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് അള്ളാഹുവെ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. ഖുർആൻ പറയുന്നത് കാണാം, വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യരുടെ കരങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ നിമിത്തമായി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഫസാദ് വെളിപ്പെട്ടിരിക്കുകയാണ്. ചില തഫ്സീറുകൾ പ്രകാരം കടലിലും കരയിലും ഫസാദുകൾ ഭാഗ്യമായിരിക്കുകയാണ്, പ്രകടമായിരിക്കുക. എന്തിനാണത്? ലിയുദീഖഹും ബഅദല്ലദീ അമിലു. അവർ പ്രവർത്തിച്ചിരിക്കുന്ന തിന്മകളുടെ ചില തിന്മകളുടെ പ്രത്യാഘാതം അവർ രുചിച്ചറിയാൻ വേണ്ടിയിട്ട്. എല്ലാ തിന്മകളുടെയും ശിക്ഷ ഇവിടെ കൊടുക്കാനല്ല, അവർ ചെയ്തിരിക്കുന്ന തിന്മകളുടെ ചില ശിക്ഷകൾ അവരൊന്ന് രുചിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അവിടെ നിന്ന് കൊടുക്കുന്നത്? ലഅല്ലഹും യർജിഊൻ. ചിലപ്പോൾ അവരെന്ത് ചെയ്തേക്കാം, മടങ്ങി വന്നേക്കാം. അക്കാരണത്താൽ ഭൂമിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ, ബലാഹുകൾ, പരീക്ഷണങ്ങൾ മനുഷ്യരെ നേരെയായ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കാരണമായിട്ടാണ് എന്ന് അല്ലാഹു പറയുകയാണ്. മറ്റൊരായത്തിൽ കാണാം, ഫഇൻ തവല്ലൗ, അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഅലം, അറിഞ്ഞുകൊള്ളുക, അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം വഇന്ന കസീറൻ മിനൻ നാസി ലഫാസിഖൂൻ. ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അവർ ചെയ്തിരിക്കുന്ന ദുനൂബുകളുടെ കാരണമായി അവരെ പിടികൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അവർ ചെയ്തിരിക്കുന്ന പാപങ്ങളുടെ നിമിത്തമായി അള്ളാഹു അവർ പിടികൂടും, അവർക്ക് മുസീബത്തുകൾ ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോ തിന്മകൾ ഉണ്ടാകാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. തിന്മ സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? തൗബ ചെയ്യുന്നതിലൂടെയാണ്, ഇസ്തിഗ്ഫാറുകൾ ചെയ്യുന്നതിലൂടെയാണ്, നന്മകൾ അധികരിപ്പിക്കുന്നതിലൂടെയാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. ആർക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചു കൊടുക്കുന്നത് അവനെ വഴി തെറ്റിക്കാൻ ആരും തന്നെയില്ല. ആരെയാണോ അല്ലാഹു വഴികേടിലാക്കുന്നത് അവന് വഴി കാണിച്ചു കൊടുക്കാനും ആരും തന്നെയില്ല. ഹിദായത്ത് എന്നുള്ളത് ഹിദായത്തു തൗഫീഖാണ് ഉദ്ദേശം. ഒരാളെ സന്മാർഗത്തിൽ ശരിയായ വഴിയിൽ കൊണ്ടെത്തിക്കാൻ അള്ളാഹുവിനെ സാധിക്കൂ. ഒരാൾ ദുർമാർഗത്തിലേക്ക് പെട്ടുപോകണമെങ്കിൽ അത് അള്ളാഹുവിന്റെ ഇച്ഛയാണ്. അതിന്റെ സബബുകൾ, അതിന്റെ കാരണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ഹിദായത്ത് നൽകപ്പെടാനുള്ള ചില കാരണങ്ങളുണ്ട്, അത് നിരസിക്കാനുള്ള, വഴികേടിലേക്ക് ഒരു മനുഷ്യൻ കൂപ്പുകുത്താനുള്ള കാരണങ്ങളും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഹിദായത്ത് നൽകാൻ അതിന് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഒരാളെ ഹിദായത്തിലാക്കിയാൽ വഴി തെറ്റിക്കാൻ പിന്നെ ആർക്കും സാധിക്കൂല. ഒരാളെ ഒഴികേടിലാക്കിയാൽ അവനെ രക്ഷപ്പെടുത്താനും ആരും തന്നെയില്ല. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇത് പ്രധാനപ്പെട്ട ഒരു സന്ദേശവുമാണ്. വിശ്വാസികൾ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ, റബ്ബി ജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. വിഗ്രഹങ്ങൾക്കെതിരെ അതിശക്തമായി ദഅവത്ത് നടത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, റബ്ബേ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങൾക്ക് പൂജ അർപ്പിക്കുന്നതിൽ നിന്ന് നീ അകറ്റി നിർത്തണമേ, വിദൂരത്താക്കണമേ എന്ന് ദുആ ചെയ്യുന്നതാരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നിന്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ നീ അടിയുറപ്പിച്ച് നിർത്തണമേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഹിദായത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ് എന്നുള്ളതാണ്. അത് നിരസിക്കപ്പെട്ടേക്കാം, അത് ഇല്ലാതെയായി പോയേക്കാം. അതുകൊണ്ട് വിശ്വാസി നിരന്തരം ജാഗ്രത പുലർത്തണം. ഉഹദ് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രയാസം അനുഭവിച്ച ഒരു സന്ദർഭമാണ്. സഹാബികളിൽ 70ഓളം ആളുകൾ രക്തസാക്ഷിത്വം വരിച്ചു, ഷഹാദത്ത് വരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെയും വലിയ പരിക്കുകൾ ഏൽക്കേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലിന് പരിക്കേൽക്കുകയുണ്ടായി, തല പൊട്ടിയൊലിക്കുകയുണ്ടായി, പ്രയാസങ്ങളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ്, എങ്ങനെയാണ് ഒരു ജനത വിജയിക്കുക? അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന റസൂലിന്റെ തലയിൽ അവർ പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, ഉഹദ് യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ, അല്ലാഹുമ്മ ലഅൻ അബൂ സുഫിയാൻ, അബൂ സുഫിയാനെ അല്ലാഹുവേ നശിപ്പിക്കണമേ, ലഅനത്ത് ചെയ്യണമേ. അല്ലാഹുമ്മ ലഅനിൽ ഹാരിസ് ഇബ്നു ഹിഷാം,
ഹാരിസ് ബിൻ ഹിഷാമിനെ അല്ലാഹുവേ നീ ലഅനത്ത് ചെയ്യണമേ, നശിപ്പിക്കണമേ. അല്ലാഹുമ്മ ലഅനി സഫ്വാൻ ബിൻ ഉമയ്യ, സഫ്വാൻ ബിൻ ഉമയ്യക്ക് നിന്റെ ലഅനത്ത് ഉണ്ടാകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ സമയത്ത് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, ലൈസ ലക മിനൽ അംരി ഷൈഉൻ, നബിയെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതിൽ താങ്കൾക്ക് യാതൊരു പങ്കുമില്ല. ആരെ ശപിക്കണം, ആരെ നശിപ്പിക്കണം, ആർക്ക് ഹിദായത്ത് കൊടുക്കണം, ആർക്ക് സ്വർഗം കൊടുക്കണം, നരകം കൊടുക്കണം, ഇത് തീരുമാനിക്കാൻ താങ്കൾക്ക് യാതൊരു അവകാശവുമില്ല. ആരോടാണ് പറയുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അമ്പിയാക്കളുടെ മുർസലീങ്ങളുടെ നേതാവാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ്, ആരെ നശിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന അല്ലാഹയാണ്. ആർക്കാണ് ഹിദായത്ത് കൊടുക്കേണ്ടത്, ആരെയാണ് വലാലത്തിലാക്കേണ്ടത്, ഇത് തീരുമാനിക്കാൻ നബിയെ താങ്കൾക്ക് യാതൊരു കഴിവുമില്ല, താങ്കൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ പറയുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെതിരിലാണോ പ്രാർത്ഥിച്ചത്, അബൂ സുഫിയാൻ, സഫ്വാൻ ബിൻ ഉമയ്യ, ഹാരിസ് ബിൻ ഹിഷാം, അവരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച നേതാക്കന്മാരായി മാറി. അതാണ് സംഭവിച്ചത്. അപ്പൊ അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അതിനെ തടുക്കാൻ ആരുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്ത് ലഭിക്കാൻ ഏറെ ആഗ്രഹിച്ചയാളാണ് നബിയുടെ പ്രിയപ്പെട്ട പിതൃവ്യൻ അബൂ ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് അബൂ ത്വാലിബിനോട്. പിതൃവ്യനാണ്, ഇസ്ലാമിന് വലിയ സംഭാവനകൾ അർപ്പിച്ച വ്യക്തിയും കൂടിയിട്ടാണ്. എന്നിട്ട് കൂടി അബൂ ത്വാലിബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തില്ല. നബി ആഗ്രഹിച്ച കാര്യമാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയെ താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് സാധിക്കൂല. വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ, അല്ലാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ കാരണങ്ങൾ അവ്യക്തമാണ്. ചില കാരണങ്ങൾ, ഹിദായത്ത് കൊടുക്കപ്പെടാനുള്ള ചില കാരണങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വലാലത്തിൽ ഒരാളെ എത്തിച്ചേരാനുള്ള കാരണങ്ങളും വ്യത്യസ്ത കാരണങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും അള്ളാഹുവിനോട് അത് ചോദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വഅഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായ മറ്റാരും തന്നെയില്ല, അവൻ ഏകനാണ്, പങ്കാളികളില്ലാത്തവനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഈ ഖുത്ബത്തുൽ ഹാജയെ സംബന്ധിച്ച്, ഈ പദങ്ങളെ സംബന്ധിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു റിവായത്തിൽ കാണാം, അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തശഹുദ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് തശഹുദ് പഠിപ്പിച്ചിരുന്നു. ഫിസ് സ്വലാത്തി വത്തശഹുദ ഫിൽ ഹാജ, നമസ്കാരത്തിൽ തശഹുദിലിരിക്കുമ്പോൾ ഒരു തശഹുദ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അതേപോലെ തന്നെ ഹാജത്തുകളുടെ ആവശ്യത്തിന്, ഖുത്ബത്തുൽ ഹാജയുടെ ആവശ്യത്തിന് ഞങ്ങൾക്കൊരു തശഹുദ് പഠിപ്പിച്ചു തന്നു. ഇതിനും തശഹുദ് എന്നൊരു പേരുണ്ട്. ഇതാണ് അതിന്റെ മർമ്മപ്രധാനമായ കാര്യം. അതുകൊണ്ടാണ് അതിന് പേര് തന്നെ തശഹുദ് എന്ന് നൽകിയത്. അള്ളാഹുവിന്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കലാണ്. ഇബാദത്തിന് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. കാരണം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. സ്തുതിക്കപ്പെടാൻ അർഹതയുള്ളവൻ അവനാണ്, സഹായിക്കാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ്, ഒരു മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നവൻ, തിന്മകളിൽ നിന്ന് തടയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെയും ഒരാളെ ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ്. പിന്നെ എത്ര വലിയ നബിയാണെങ്കിലും ഷെയ്ഖാണെങ്കിലും മലക്കാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ ഭയപ്പാടുകൾ, ആകുലതകൾ സൃഷ്ടികളോടാണ് അർപ്പിക്കുന്നത് എങ്കിൽ ഇത് കാര്യമില്ല. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഇതാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്. അതിനുള്ള കാരണങ്ങളാണ് നേരത്തെ പറഞ്ഞത്. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത്. ഒരു മനുഷ്യൻ ഇബാദാത്തുകളായി പഠിപ്പിക്കപ്പെട്ട ഏത് കാര്യമാകട്ടെ, ധാരാളം ഇബാദാത്തുകളുണ്ട്. ദുആ ചെയ്യുന്നത് ഇബാദത്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദുആ ഹുവൽ ഇബാദ, ദുആ തന്നെയാണ് ഇബാദത്ത്. ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിളിച്ചുള്ള തേട്ടം, ഇസ്തിഗാസ, അത് ഇബാദത്താണ്. നേർച്ചകൾ ഇബാദത്താണ്, പേടി ഇബാദത്താണ്, പ്രതീക്ഷ ഇബാദത്താണ്. ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദാത്തുകളുണ്ട്,
അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഇബാദാത്തുകളുണ്ട്. ഇബാദാത്തുകൾ അർപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ്. എന്നാൽ സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യനെ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും നാശകാരിയാക്കി മാറ്റുന്ന കാര്യമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയതുമാണ്. ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ മുഹമ്മദ് നബിയുടെ റിസാലത്തിനെ അംഗീകരിച്ച ആളുകൾ തന്നെ ശിർക്കിലകപ്പെട്ടു പോകും, തൗഹീദിൽ നിന്ന് വ്യതിചലിക്കും. വ്യക്തമായ മുന്നറിയിപ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നുണ്ട്. അത് നാം നമ്മുടെ കൺമുൻപിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന് അല്ലാതെ സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്യുന്ന, അവരോട് ദുആ ചെയ്യുന്ന, നേർച്ചകൾ അർപ്പിക്കുന്ന, ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. അള്ളാഹു മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. അവനാണ് അതിനെ പരിപാലിക്കുന്നവൻ, അതിനെ നിയന്ത്രിക്കുന്നവൻ അവനാണ്, റിസ്ക് നൽകുന്നവൻ അവനാണ്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവൻ മാത്രമാണ്. അതുകൊണ്ട് എന്റെ ഇബാദത്തുകൾ അള്ളാഹുവിനെ ഉള്ളൂ എന്ന് സാക്ഷ്യം വഹിക്കുക. വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അബ്ദാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായവനല്ല. അള്ളാഹുവിന്റെ റസൂലാണ്, അതുകൊണ്ട് അനുസരിക്കപ്പെടാൻ ഏറ്റവും അർഹനുമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ അബ്ദും റസൂലുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സാക്ഷ്യം വഹിക്കുന്നു. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു എന്താണ് ഷഹാദത്തു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നതിന്റെ താല്പര്യം എന്താണെന്ന്. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നത് അത് പ്രാവർത്തികമാക്കൽ ആ ഷഹാദത്തിന്റെ താല്പര്യമാണ്. എന്താണോ നമുക്ക് പറഞ്ഞു തരുന്ന സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന കാര്യങ്ങൾ അതിനെ വിശ്വസിക്കൽ അതിന്റെ താല്പര്യമാണ്. എന്താണോ നിരോധിച്ച കാര്യങ്ങൾ അതിനെ വെടിയൽ അതിന്റെ താല്പര്യമാണ്. എങ്ങനെയാണോ ഇബാദത്ത് ചെയ്യാൻ പഠിപ്പിച്ചത് അതേപോലെ ഇബാദത്ത് ചെയ്യൽ. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കൊണ്ട് ഇബാദത്ത് ചെയ്യലല്ല. എങ്ങനെയാണോ ഇബാദത്ത് ചെയ്യാൻ പഠിപ്പിച്ചത് അതേപോലെ ഇബാദത്ത് ചെയ്യൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ സാക്ഷ്യപ്പെടുത്തുന്നവർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്. അല്ലാഹു കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യത്തോടെ സ്വഹാബികളെ പഠിപ്പിച്ച പദങ്ങളാണ് ഖുത്ബത്തുൽ ഹാജ, തശഹൂദ് എന്ന പേരിൽ അറിയപ്പെടുന്ന നേരത്തെ സൂചിപ്പിച്ച വാചകങ്ങൾ. ആ വാചകങ്ങൾ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ നിന്ന് 3 ആയാത്തുകളും ഓതുമായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയുന്നത് കാണാം, ഒരാൾ അഹ്ലുസുന്നയിൽപ്പെട്ടതാണോ അല്ലേ എന്ന് വേർതിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതുകൂടിയിട്ടാണ്. അവരുടെ സംസാരങ്ങളുടെ ആരംഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാചകങ്ങൾ കൊണ്ടാണോ എന്നാൽ മനസ്സിലാക്കാം അവർ അഹ്ലുസുന്നയിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം എന്ന് ചില ഉലമാക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പദങ്ങൾക്ക് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആയത്തുകൾ ഓതും. അതിൽ ഒന്നാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. അമ്പിയാക്കളഖിലവും അവരുടെ ഉമ്മത്തിനോട് വസിയ്യത്ത് ചെയ്ത വസിയ്യത്താണത്. തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്. തഖ്വ നിങ്ങൾ മുറുകെ പിടിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുക. അള്ളാഹു എന്താണോ നിങ്ങളോട് കൽപ്പിക്കുന്നത് കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്യുക. അള്ളാഹു നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഇതാണ് തഖ്വ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാൻ ചിലപ്പോൾ മനുഷ്യർക്ക് സാധിക്കൂല. നിന്ന് നമസ്കരിക്കാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം? ഇരുന്ന് നമസ്കരിക്കാം. അതിന് പറ്റാത്തവർക്ക് കിടന്ന് നമസ്കരിക്കാം. യാത്രാവേളകളിൽ സാധിക്കുന്നത് പോലെ ചെയ്താൽ മതി. അതായത് കസറാക്കാം, നമസ്കാരങ്ങൾ ചുരുക്കി നമസ്കരിക്കാം, അതേപോലെ തന്നെ യോജിപ്പിച്ച് നമസ്കരിക്കാം, ഇങ്ങനെയെല്ലാം ചെയ്യാം. എന്നാൽ നിരോധിക്കപ്പെട്ട കാര്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പാലിക്കണം. ഒന്നും നിങ്ങൾ ചെയ്തുകൂടാ. നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറുക തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, തഖ്വ ഉള്ളയാളെ സംബന്ധിച്ചിടത്തോളം മുത്തഖിയാകണമെങ്കിൽ ഒരു തിന്മയും സംഭവിച്ചുകൂടാ എന്നുള്ള ഒരു ധാരണ ശരിയില്ല.
ഇതാണ് തഖ്വയുടെ ആകത്തുക. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പതാണ്. എന്നാലും തിന്മകൾ സംഭവിക്കാം. അള്ളാഹു മുത്തഖിയായ ആളുകളെ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അവരിൽ നിന്ന് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ ഉടൻ എന്ത് ചെയ്യും? ഇസ്തിഗ്ഫാർ ചെയ്യും, തൗബ ചെയ്യും. തഖ്വയുള്ള ആളുകൾക്കും ആ സ്ഥാനത്തിലെത്താം. തിന്മ ചെയ്യുന്ന ആളുകൾക്കും ആ സ്ഥാനം എന്ത് ചെയ്യാം? കൈവരിക്കാം. ഇത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ അതാണ്. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി, കഴിവിന്റെ പരമാവധി ചെയ്യുക. നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യന് സമ്പത്ത് ചിലപ്പോൾ ആവശ്യമാകും, ചില ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യം ആവശ്യമാകും, സമയം ആവശ്യമാകും. പക്ഷെ നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനൊന്നും ആവശ്യമില്ല. നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സമ്പത്ത് കൊടുക്കണോ? സാമ്പത്തിക ലാഭമാണ് ഉണ്ടാവുക. സമയം ചെലവഴിക്കേണ്ടതില്ല, സമയലാഭമാണ് ഉണ്ടാവുക. ആരോഗ്യം ചെലവഴിക്കേണ്ടതില്ല, ലാഭമാണ് ഉണ്ടാവുക. അപ്പോൾ നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വിശ്വാസികൾ വലിയ ജാഗ്രത പാലിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിന്മകളിൽ അകപ്പെട്ടു പോയാൽ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുതപ്പ് മോഷ്ടിച്ച ഒരു വ്യക്തി, അദ്ദേഹം ഖബറിൽ കടന്ന് ശിക്ഷ അനുഭവിക്കുന്നതിന്റെ ചരിത്രം പഠിപ്പിച്ചിരുന്നുണ്ട്. ഒരു പുതപ്പാണ്. അദ്ദേഹം യുദ്ധത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റ് മരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നു. എന്ത് കാരണത്താലാണ്? ഈ പറയുന്ന ഒരു പുതപ്പ് മോഷ്ടിച്ചെടുത്തു എന്നുള്ള കാരണത്താൽ, പൊതുമുതലിൽ നിന്ന് വഞ്ചന ചെയ്തു എന്നുള്ള കാരണത്താൽ. അപ്പൊ തിന്മയുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്, ഈ ഹദീസിനെ സൂചിപ്പിച്ചുകൊണ്ട്. അപ്പോ തഖ്വ മുറുകെ പിടിക്കാൻ എപ്പോഴും ഒരു വിശ്വാസിയുടെ ഐഡന്റിറ്റി അതായിരിക്കണം. നമ്മുടെ നോട്ടങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ കേൾവികളിൽ, നമ്മുടെ ഇടപെടലുകളിൽ, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ എല്ലായിടത്തും നാം മുസ്ലിം ആയിരിക്കണം, തഖ്വ മുറുകെ പിടിച്ചവനായിരിക്കണം. നമ്മുടെ പ്രവർത്തികളിൽ നിന്ന് ഇസ്ലാമിനെ വായിച്ചെടുക്കാൻ സാധിക്കണം. അത് അങ്ങാടിയിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, അടുക്കളയിലാണെങ്കിലും, പള്ളിയിലാണെങ്കിലും, എവിടെയാണെങ്കിലും. ഇത് മുസ്ലിം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, തഖ്വ മുറുകെ പിടിക്കുക എന്നുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തമൂതുന്ന ഇല്ലാ, അള്ളാഹുവിന്റെ കൽപ്പന, വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാനിടവരുത്തരുതേ. മുസ്ലിമായിക്കൊണ്ടായിരിക്കണം അന്ത്യശ്വാസം വലിക്കേണ്ടത്. മരിക്കുമ്പോ ഹിദായത്ത് നഷ്ടപ്പെട്ട് കാഫിറായിക്കൊണ്ട് ചത്തുപോകുന്ന ഗതി നിങ്ങൾക്കുണ്ടാകരുതേ. ഇത് ഓരോ ഖുതുബയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന നിർദ്ദേശമാണ്. ഇതാണ് ഒരു ആയത്ത്. പ്രത്യേകിച്ചും ഈ കാലത്ത് വലിയ പ്രസക്തിയുണ്ടത് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതുപോലെ രാവിലെ മുസ്ലിമായവൻ വൈകിട്ട് കാഫിറാകുന്ന, വൈകിട്ട് മുസ്ലിമായവൻ രാവിലെ കാഫിറായി കാണുന്ന അവസ്ഥകൾ ധാരാളമാണെന്ന്. അതിനുള്ള സംവിധാനങ്ങൾ തന്നെയുണ്ട് എമ്പാടും. അതുകൊണ്ട് ഈ ഉപദേശം വളരെ പ്രസക്തമാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ എന്നുള്ളതാണ് ഉപദേശം. രണ്ടാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യും. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, അല്ലയോ ജനങ്ങളെ, മുഴുവൻ ജനങ്ങളെയും വിളിച്ചാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് തഖ്വയുള്ളവരായിരിക്കണം. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ നഫ്സിൽ നിന്നാണ് നിങ്ങളെ അവൻ സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ തഖ്വ ചെയ്ത് ജീവിക്കണം. വഖലഖ മിൻഹാ സൗജഹാ, ആ ഒരൊറ്റ നഫ്സിൽ നിന്ന് അതിന്റെ ഇണയെയും അവൻ സൃഷ്ടിച്ചു, ഹവ്വാഇനെ സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അവരിരുവരിൽ നിന്നും ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യനെ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. അത് വേറെ വിഷയമാണ്, ഇൻഷാ അല്ലാഹ് പിന്നെ സംസാരിക്കാം. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വീണ്ടും കൽപ്പന വരികയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, തഖ്വ ചെയ്യുക. അവന്റെ പേരിലാണ് നിങ്ങൾ പരസ്പരം കൊടുക്കലുകളും വാങ്ങലുകളും, നിങ്ങൾ അവകാശങ്ങൾ പരസ്പരം ചോദിച്ചു വാങ്ങുന്ന അവന്റെ പേരിലാണ്. അങ്ങനെയുള്ള അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഇതും പ്രസക്തമാണ്. ഓരോ ഖുതുബകളിൽ നബി പഠിപ്പിച്ച ഉപദേശങ്ങളിൽപ്പെട്ടതാണ്. കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്, അതിനെ മുറിക്കുന്നവരിൽ പെട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അവൻ നിങ്ങൾ അറിയുന്നവനാണ്, കേൾക്കുന്നവനാണ് എന്നുള്ള ബോധത്തിലായിരിക്കണം നിങ്ങളുടെ ജീവിതം എന്നുള്ളത്. അടുത്ത ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വീണ്ടും തഖ്വ കൊണ്ടുള്ളതായ ഉപദേശം. അല്ലയോ ജനങ്ങളെ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുക. വഖൂലു ഖൗലൻ സദീദ,
ഏറ്റവും ചൊവ്വായ വാക്കുകൾ നിങ്ങൾ പറയുക. വ്യത്യസ്ത തഫ്സീറുകൾ അതിന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശം, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അതിന് ഉദ്ദേശം. ഏത് മേഖലയിലും സത്യം പറയലാണ്. പ്രയാസങ്ങളും ദുരിതങ്ങളും നേരിടേണ്ടി വന്നാൽ സത്യം മാത്രം ഉച്ചരിക്കലാണ്. കള്ളസാക്ഷ്യങ്ങൾ ചെയ്യാതിരിക്കലാണ്. വ്യത്യസ്തങ്ങളായ തഫ്സീറുകൾ അതിനുണ്ട്. എങ്ങനെയാണെങ്കിലും ഏറ്റവും ചൊവ്വായ വാക്കുകൾ പറയുക. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. എന്നാൽ നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ ശരിപ്പെടുത്തി തരും, നേരെയാക്കി തരും. നിങ്ങളുടെ പാപങ്ങളെ അവൻ പൊറുത്തു തരുന്നതാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇത്വാഅത്ത് ചെയ്യുന്നവൻ, അനുസരിക്കുന്നവൻ, തഖ്വ ചെയ്ത് ജീവിക്കുന്നവൻ ആരാണോ അവൻ മഹത്തായ വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോ ഇതാണ് 3 ആയത്തുകൾ. ഓരോ ഖുത്ബയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ പഠിപ്പിച്ച കാര്യമാണ്. അതിന് ഒടുവിൽ പറയുന്നതാണ് അല്ലാഹുവിനെയും റസൂലിനെയും ആരാണോ അനുസരിച്ചവൻ അവൻ വിജയിച്ചിരിക്കുന്നു. ദുനിയാവിലും അവൻ വിജയിക്കും, ആഖിറത്തിലും വിജയിക്കും. ഒരാൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹിദായത്ത് ലഭിക്കാനുള്ള ചില മാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാനുള്ള മനസ്സ് ഒരാൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. വഅതിഉല്ലാഹ വറസൂൽ ലഅല്ലക്കും തുർഹമൂൻ. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള റഹ്മത്ത് നിങ്ങൾക്ക് ചൊരിയുന്നതാണ്. വഇൻ തുതീഉഹു തഹ്തദു. റസൂലിനെ നിങ്ങൾ അനുസരിക്കാൻ സന്നദ്ധരാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വഴി അള്ളാഹു ശരിപ്പെടുത്തി തരുന്നതാണ്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. മുസ്തഖീമായ വഴിയിൽ, അതായത് അമ്പിയാക്കളുടെ, സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ വഴിയിൽ നിങ്ങളായിരിക്കും. അവരുടെ കൂടെ നിങ്ങൾക്കായി തീരാൻ സാധിക്കും. ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും യഥാവിധം അനുസരിക്കുന്നവർ. അപ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖുത്ബത്തുൽ ഹാജയുടെ ചെറിയൊരു വിവരണമാണ് നൽകിയത്. ഖുത്ബത്തുൽ ഹാജ ഖുത്ബകളുടെ തുടക്കത്തിൽ, നിക്കാഹിന്റെ വേളകളിൽ, അതേപോലെ തന്നെ ഉലമാക്കൾ പറയുന്നത് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്ത് പ്രകാരം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണ്, അപ്പോൾ ഒരാളുമായിട്ട് ഡീൽ ചെയ്യാണ്, ഈ വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യാം, തുടങ്ങാം. അത് ഉലമാക്കളുടെ രീതിയാണ്. സംസാരം തുടങ്ങുമ്പോൾ ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. അതിലെന്ത് ചെയ്യും, അതിൽ ബർക്കത്തുണ്ടാകും, അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും, അവന്റെ സഹായം ഉണ്ടാകും. ശരിയായ വിധം അത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم دمر أعداءك وأعداء الدين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.